ബാപ്പമാരങ്ങനെയാണ്. ഏത് വിഷയവും മനസ്സുകൊണ്ട് ഒതുക്കി അടക്കിയിട്ട് വാപ്പാരങ്ങനെ പോവും. സങ്കടവും സന്തോഷവും ചിലപ്പോൾ പ്രകടിപ്പിക്കൂല. മോന് ജയിച്ചു വന്നാലും ചിലപ്പോൾ വാപ്പ ചിലപ്പോൾ അനുമോദിക്കൊന്നുമില്ല. അങ്ങനെയാണ്. എല്ലാവരെയും അനുമോദിക്കാൻ കഴിയും, പക്ഷേ സ്വന്തം മക്കളെ അനുമോദിക്കാൻ വാപ്പമാർക്ക് കഴിയാറില്ല. 90%. നല്ല സ്വഭാവമൊന്നുമല്ല, അതങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. അപ്പോൾ മക്കൾ ചിലപ്പോൾ ചിന്തിക്കും, എന്നെ ഉസ്താദൊക്കെ പ്രോത്സാഹിപ്പിച്ചു, എന്നെ മൂത്താപ്പ സമ്മാനം തന്നു, അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി എനിക്ക് മെമ്മൻറ്റോ തന്നു, എൻ്റെ വാപ്പ ഒരു നല്ല വർത്താനം പറഞ്ഞില്ല എന്ന് ചിലപ്പോൾ ചിന്തിക്കും. വാപ്പൻ്റെ സ്നേഹമൊക്കെ ഭൂരിപക്ഷവും ഉള്ളിലാണ്. നമ്മളൊക്കെ പലരും വാപ്പമാരാണ്. പ്രകടിപ്പിക്കാൻ കഴിയുന്നിടത്ത് നമ്മൾ പ്രകടിപ്പിക്കണം. അപ്പോൾ ഒന്നും കൂടെ നമ്മൾ മക്കൾ ഉഷാറാകും എന്ന് നമ്മൾ തിരിച്ചറിയണം. മക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്, വാപ്പമാരുടെ സാഹസം ചെറുതൊന്നുമല്ല. നമ്മളെ വാപ്പമാരുടെ ജീവിതമൊക്കെ പരിശോധിച്ചാൽ മതി. ജീവിച്ചിരിപ്പുള്ള വാപ്പൻ്റെതും മരിച്ചുപോയ വാപ്പമാരൊക്കെ നമ്മളെ പോറ്റിയത് അല്ലേ? നമ്മളെ ഉമ്മ എവിടെയെങ്കിലും പണിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പറയും, ഉമ്മ കഷ്ടപ്പെട്ട് പണിക്ക് പോവാണ്. ഏതെങ്കിലും ഒരു വാപ്പ എടുക്കുന്ന പണി ഏതെങ്കിലും ഒരു ഉമ്മ എടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു വാപ്പ താങ്ങിയ അത്രയും ഭാരം ഏതെങ്കിലും ഒരു ഉമ്മ താങ്ങിയിട്ടുണ്ടോ? ഉമ്മ പോയിട്ടുണ്ട് ഏതോ ഒരു വീട്ടിൽ, വാപ്പ മരിച്ചു പോയപ്പോൾ ഉമ്മ പണിക്ക് പോയിട്ടുണ്ട്. അതെന്താണ് ഉമ്മ താങ്ങിയത്? ഉമ്മ താങ്ങിയത് ഒരു പക്ഷേ ചീനച്ചട്ടിയാകാം, അതല്ലെങ്കിൽ കുക്കറാവാം, അതല്ലെങ്കിൽ ഉമ്മ എടുത്തു വെച്ചത് നിറച്ചു വെച്ച ചോറ്റും പാത്രം ആവാം. പക്ഷേ ബാപ്പ താങ്ങിയത് താങ്ങാവുന്നതിലും അപ്പുറം വലിയ മരം ആയിരുന്നു. എത്ര സാഹസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ ബാപ്പ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തത്. എത്ര മനുഷ്യന്മാരെ പണി വാപ്പ എടുത്തിട്ടുണ്ട്. ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വാപ്പയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കമ്പനിയിൽ മരം കയറ്റുന്ന ഉപ്പയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കല്ല് കോറിയിൽ പണിയെടുക്കുന്ന ഉപ്പയെക്കുറിച്ച് മക്കൾ ചിന്തിച്ചിട്ടുണ്ടോ? ഷോപ്പിൽ നിൽക്കുന്ന ഉപ്പയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ആരാന്റെ സാധനം കെട്ടിക്കൊടുക്കുന്ന പണി, കയറി വരുന്ന ആളുകളുടെ പല മുഖങ്ങൾ കണ്ട് ക്ഷമയോടുകൂടെ സഹിച്ചു നിന്ന് വൈകുന്നേരം കിട്ടുന്ന 500 1000 ഉറുപ്പിക വീട്ടിൽ വരുമ്പോൾ ആർഭാടങ്ങളോ അനാവശ്യങ്ങളോ ചോദിക്കുന്ന മക്കളുടെ മുമ്പിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ചെറിയ രൂപത്തിൽ മുഖം ചുളിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിലും പിന്നെ അളമാറയിൽ പോയിട്ട് ഇന്നലെയും മിനിയാന്നും കിട്ടിയ ക്യാഷിൽ നിന്നൊക്കെ നുള്ളിപ്പൊറുക്കി ഒപ്പിച്ചിട്ട് ഉമ്മൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. മോനൊരു ഫോണ് വേണമെന്ന് പറഞ്ഞു. മുന്തിയ ഫോണൊന്നും വാങ്ങാൻ കഴിയില്ല, എന്നാൽ ഇത് കൊടുത്തേക്കേണ്ടി. എത്ര ദിവസത്തെ ഭാരം ആണ് ഉപ്പ നിങ്ങൾക്ക് സമർപ്പിച്ചത്? നിങ്ങളുടെ സ്കൂളിൽ ഫീസ് അടക്കാൻ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വസ്ത്രം വാങ്ങിത്തരാൻ. ജീവിതത്തിൽ 4-5 കൊല്ലം ഒരേ ഒരു വസ്ത്രം കീറിയും അത് തുന്നി ചേർത്തും ഇട്ട വാപ്പ, എന്താ ഇപ്പം നിങ്ങൾക്കൊരു ഫാൻറ്റും കുപ്പായി നല്ല ഇട്ടൂടെ വെച്ചപ്പോൾ എനിക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല, അങ്ങനെ പറഞ്ഞ് മൈൻഡ് ചെയ്യാതെ പോയ വാപ്പയുടെ ഹൃദയം പറയുമ്പോൾ ഒരു പക്ഷേ ക്രൂരമായി തോന്നിയെങ്കിലും മക്കളുടെ മുമ്പിൽ അതൊക്കെ അറിയാതെ അങ്ങനൊരു നാടകീയ രംഗത്തിന് നാടകം കളിച്ചു തന്നൊരു വാപ്പയാണ് നമ്മുടെ പലരുടെയും വാപ്പമാർ. കുടുംബത്തിലൊക്കെ മരിച്ചുപോയ വാപ്പമാരുണ്ടെങ്കിൽ മരിക്കുന്നത് വരെ കുടുംബത്തിനു വേണ്ടി ചോര നീരാക്കി അധ്വാനിച്ച ഉപ്പ, വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് തികയാത്തതിൻ്റെ പേരിൽ ആരോടോ കടം വാങ്ങി കുടുംബത്തെ നോക്കിയ വാപ്പ, ആ വാപ്പയെ ധിക്കരിക്കുന്ന മക്കൾ, അവരെ പോലെയുള്ള ക്രൂരന്മാർ, അവരെ പോലെയുള്ള തമ്മാടികൾ, വാപ്പയും ഉമ്മയും ധിക്കരിക്കുന്ന അത്ര വലിയ മോശം പിടിച്ചവർ വേറെ ആരാണുള്ളത്? 18 വയസ്സായാൽ എനിക്ക് ആരുടെയും കൂടെ പോകാമെന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ, 25 വയസ്സായാൽ എനിക്ക് ആരെയും എനിക്ക് സ്വീകരിക്കാമെന്ന് ചിന്തിക്കുന്ന ആൺകുട്ടികൾ, 18ഉം 20ഉം 25ഉം വയസ്സ് വരെ കഷ്ടപ്പെട്ട് വളർത്തി ഗൾഫിലേക്ക് ആരുടെയൊക്കെയോ കാല് പിടിച്ചു, അങ്ങനെ കടം വാങ്ങി ആ കടം വീട്ടാൻ രാവും പകലും അധ്വാനിക്കുന്ന ഒരു ബാപ്പ മകനെ ഗൾഫിലേക്ക് അയച്ചു. കുറച്ചു കഴിഞ്ഞപ്പം ബാപ്പക്ക് ക്യാൻസറായി, ശമ്പളമൊക്കെ കിട്ടാൻ തുടങ്ങി, വീട്ടിൽ കാറ് വാങ്ങി, ആർഭാടങ്ങളൊക്കെ ആയി. ആ വാപ്പക്ക് ശരിക്കും നടക്കാൻ കഴിയുന്നില്ല, ശരിക്കും അധ്വാനിക്കാൻ കഴിയുന്നില്ല. ജീവിതം വഴിമുട്ടിയപ്പോൾ മോനോട് എന്തോ ഒന്ന് ചോദിച്ചപ്പോൾ വണ്ടിയും വലയും എന്ന് പറയുന്ന മക്കളില്ലേ നമ്മളെ കൂട്ടത്തിൽ?
അവരെ അത്ര വലിയ തെമ്മാടികൾ വേറാരാണുള്ളത്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മക്കളൊക്കെ ഇങ്ങനെ വഴിമാറി പോകാതിരിക്കാൻ എന്തു ചെയ്യണം? ഈ മക്കളെ ഇൽമു പഠിപ്പിക്കണം. ഇൽമു പഠിപ്പിച്ചാൽ പ്രത്യക്ഷത്തിൽ തന്നെ അവരിൽ നിന്ന് നമുക്ക് സന്തോഷങ്ങൾ ആസ്വദിക്കാം, അപ്രത്യക്ഷത്തിൽ അതിനേറെ സന്തോഷങ്ങൾ ആസ്വദിക്കാം. മരണവും അനന്തര ജീവിതവും ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അവസ്ഥയിലേക്ക്, ഒരു മനുഷ്യന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് മരണവും അനന്തര കർമ്മങ്ങളും ഖബറും മഹ്ശറയും മീസാനും സിറാത്തും കഴിഞ്ഞ് സ്വർഗമോ നരകമോ, അവിടെയാണ് മക്കളുടെ തലമുറയുടെ പ്രശസ്തി, അവിടെയാണ് മക്കളുടെ ഉപകാരം. അള്ളാഹു അവിടെ മക്കളെ കൊണ്ട് വലിയ ആനന്ദം കിട്ടുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ.